ഇന്നത്തെ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നീന എന്ന പുതുപുത്തൻ ലാൽ ജോസ് ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടരാം താരങ്ങൾക്കൊപ്പം ചിത്രവിശേഷങ്ങൾ. എന്നാലും ഈ സിനിമയിൽ നീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് ലാൽ സർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയാണ് നീനയിലെ നായിക സിനിമ എടുക്കുമ്പോൾ. അപ്പൊ ഇനി നോക്കിയും കണ്ടൊക്കെ വേണം ബാക്കി സിനിമകൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. അത് എപ്പോഴും അത് അങ്ങനെ വിചാരിച്ചു തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടില്ല എല്ലാ സിനിമ. 100%. ഞാൻ ഓരോ സിനിമ ചൂസ് ചെയ്യുമ്പോഴും ഇത് ലാൽ ചേട്ടന് ഇഷ്ടപ്പെടണം, ഇത് മോശമായാൽ നീന എന്ന് പറഞ്ഞുവിടും എന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷകൾ തകർക്കാൻ പാടില്ല. ബട്ട് നീനയുടെ ക്യാരക്ടർ ഇതുപോലൊന്നും അല്ല. എൻ്റെ ഇത് ആദ്യം തന്നെ ലാൽ സാറ് നീനയിൽ വന്നപ്പോൾ പറഞ്ഞത്, നീ ഇതുവരെ അഭിനയിച്ച എന്താണോ അതൊന്നും ഇവിടെ ചെയ്യണ്ട എന്നുള്ളതാണ്. എല്ലാം ടോട്ടലി ഓപ്പോസിറ്റ് ആയിരുന്നു. എൻ്റെ ബിഹേവിയറൽ പാറ്റേൺസ്, അതായത് എൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ 2-2.5 വർഷം ലാൽ സാറ് മോണിറ്റർ ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ അവിടെ വരുമ്പോഴാണ് അറിയുന്നത്. ഞാൻ കൈയെടുക്കുന്നത്, കഴുത്തനക്കുന്നത് എല്ലാം അറിയാം. അപ്പം കറക്റ്റായിട്ട് പുള്ളിക്ക് ഓരോ സീനിലും എന്താ വേണ്ടതെന്നുള്ളത് നമ്മുടെ ബിഹേവിയർ വെച്ച് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എൻ്റെ കംപ്ലീറ്റ് ബിഹേവിയർ മാറ്റി അടിച്ചുടച്ച് വേറൊരാള് ആയ ഒരു സംഭവമാണ്. അപ്പൊ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. ഇതുവരെയുള്ള 10-11 മൂവീസ് അല്ലാതെ നീന ശരിക്കും ഒരു പുതിയ സിനിമയിൽ പുതിയതായിട്ട് അല്ല, നീനയിൽ അഭിനയിച്ചുകൊണ്ടുകൂടി എനിക്ക് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബോഡി ലാംഗ്വേജ് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴുത്തക്കാനൊക്കെ സ്ലോ മോഷനിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും കാത്തിരുന്നിട്ടാണ് ലാൽ സാറിന്റെ സിനിമയിൽ സാർ നേരത്തെ ഓഫർ ചെയ്ത ഒരു റോള്. സാറ് തന്ന ഏറ്റവും നല്ല അഡ്വൈസ് എന്താണ് സിനിമ കഴിഞ്ഞപ്പോ? അതിന് ചിരി തുടങ്ങിയത് ഞാനാണ് ആദ്യമേ. അത് രഹസ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യം. അല്ലാതെ വേറൊരു അവസരത്തിൽ പറയാൻ സത്യസന്ധ. വിജയോട് ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഈ VP എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്, വിനയ് പണിക്കർ. അപ്പം ആദ്യം വിജയ്ക്കുള്ള ഒരു കോർപ്പറേറ്റ് സ്വഭാവമുണ്ട്. ഈ കോർപ്പറേറ്റ് സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു പരിചയമുണ്ട്. അത് നമുക്ക് കുറച്ച് ഈ ക്യാരക്ടറിന് വേണം. പിന്നെ ഉണ്ടായിരുന്ന ഒരു വിജയ് നല്ല ആക്ടറാണ്. വിജയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയ തകരാറ് എന്തായിരുന്നു വെച്ചാൽ ഭയങ്കര ഹൈപ്പറാണ്. ഭയങ്കര ഒരു കാര്യം പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കില്ല. വിജയ് നിങ്ങൾ അവിടെ നിന്ന് നടന്നു വരുന്നിട്ട് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് തീ എന്ന് പറയുമ്പോഴേക്കും ഓക്കെ സാർ എന്നിട്ട് പോയി കഴിഞ്ഞു. അപ്പൊ അതാണ് താൻ പറ്റി എന്നിട്ട് ഞാൻ അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അത് അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പൊ അതായിരുന്നു നമ്മൾ. അല്ലാണ്ട് ആക്ടിങ്ങിലൊന്നും എനിക്ക് ഒന്നും ഇടപെടേണ്ടി വന്നിട്ടൊന്നുമില്ല. പക്ഷെ ഈ കാര്യം ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടത് സ്പീഡ്. ഇപ്പൊ ഒരാളെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയുടെ മിനിമം സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ നടക്കുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് അയാളെ തിരിഞ്ഞു നോക്കൂ. നമ്മൾ വിചാരിക്കുന്ന ഇയാൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്നതാണ്. അതൊരിക്കലും സംഭവിക്കില്ല. കണങ്ങിഷ്ടം ഇങ്ങോട്ട് തിരിയും. അങ്ങനെയുള്ള ചില അത് പുള്ളിയുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് മാറ്റാൻ മാത്രമേ എനിക്ക് സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നുള്ളൂ. പക്ഷെ അതർവൈസ് കൂടുതൽ സാവകാശമല്ല, എല്ലാം തരായിരുന്നു ഏറ്റവും ഉപദേശം. ലിസൺ ടു അതേഴ്സ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ സാർ പറഞ്ഞ പോലെ മൊത്തമായിട്ട് കേൾക്കാൻ ഇതില്ല. ഞാൻ പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ ഈ സെറ്റിൽ ബിഹേവ് ചെയ്യുന്നത് രീതി, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ പല കാര്യങ്ങൾ ആലോചിക്കും. എനിക്ക് തോന്നുന്നു ഈ സെറ്റിൽ മാത്രമാണെന്ന് തോന്നുന്നു ഞാൻ ആ ക്യാരക്ടറായി ഒരു സൈഡിൽ പോയി മര്യാദയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പം ഒരു കാര്യങ്ങളും ചിന്തിച്ചിട്ടില്ല. സോ വിനയ് പണിക്കറായിട്ട് ബിഹേവ് ചെയ്യാണ്. 60 ദിവസം വിനയ് പണിക്കറായിരുന്നു അല്ലേ? അപ്പൊ കൂടുതൽ കേൾക്കാനുള്ള മനസ്സും ഇനിയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ചോദ്യം ലാൽ ജോസ് സാറിനോടാണ്. നീനയിൽ എത്തുന്നതിന് മുമ്പ് ഒരുപാട് ഓഡിഷൻ 80 കുട്ടികളൊക്കെ കഴിഞ്ഞു. അപ്പം ആ ഒരു പോയിന്റ്, ദീപ്തിനെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു പോയിന്റ് എന്താണ്? ആക്ച്വലി ദീപ്തിയുടെ ഫോട്ടോ ആദ്യം ഒരു രാജു ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, ഫാഷൻ ഫോട്ടോഗ്രാഫർ തന്നിരുന്നു. പക്ഷെ അത് ഈ പെൺകുട്ടികൾ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും ഫോട്ടോഗ്രാഫ്സ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു സാധനം എടുക്കുക. അതിൽ നിന്നൊരു ഫീച്ചേഴ്സും മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. ഒരു ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അപ്പം അങ്ങനെ നോക്കി ഞാൻ അശ്രദ്ധമായിട്ട് വിട്ടുകളഞ്ഞ ഒരു വേണ്ടാന്ന് വെച്ച് മാറ്റിയ ഫോട്ടോ ആണ്. അങ്ങനെ സിനിമ തുടങ്ങേണ്ട സമയമായപ്പോൾ
കുറെ പേരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. വിജയ്ക്ക് പേടിയാവാൻ തുടങ്ങി. കാരണം ഈ നായികയെ കിട്ടിയില്ലേ പടം വീണ്ടും മാറിപ്പോവും. അല്ലെങ്കിലേ 4 വർഷം എടുത്തു. അതെ. അപ്പൊ വിജയ് പറഞ്ഞു, സാർ ഇങ്ങനെ ബോംബെന്ന് ഞാൻ ഒരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു ഓഡിഷന്. അപ്പൊ ഒരു പെൺകുട്ടിയും കൂടിയും വരും എന്നാണ്. അപ്പൊ ഞാൻ വന്നോട്ടെ. അപ്പൊ പറഞ്ഞാൽ ആ കുട്ടീൻ്റെ ഫോട്ടോ ആദ്യം നിങ്ങൾ റിജക്റ്റ് ചെയ്തതാണ്, പക്ഷെ ഒന്ന് നേരിട്ട് കണ്ടു നോക്കുക, അവർ നല്ല ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നാണ് വേറെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രാജേഷ് എന്താണ് ഗ്രൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു ആ കുട്ടി നല്ലതാണ്, അവർ മിടുക്കിയാണ് എന്ന് പറഞ്ഞു. എസ്കേപ്പ് ഫ്രം ഉഗാണ്ടയുടെ ഡയറക്ടർ രാജേഷാണ് പറഞ്ഞു. അങ്ങനെ വരാൻ പറഞ്ഞു. അപ്പോൾ വന്ന് ആളെ കണ്ടപ്പോൾ എനിക്കൊരു അന്ന് ജോമോനില്ല. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അഡ്വൈസ് ചോദിക്കാൻ ഉള്ള ഒരാൾ ജോമോനാണ്. ജോമോൻ അപ്പോൾ സെൽഫിയുടെ ഷൂട്ടിങ്ങിലാണ്. അങ്ങനെ വേറൊരു സുഹൃത്തിനെ കൊണ്ട് ഒരു വീഡിയോ ക്യാമറ കൊണ്ടുവന്നു. ഇവരുടെ ആദ്യം സിഗരറ്റ് വലിക്കാൻ പാക്കറ്റ് കൊടുത്തിട്ട് അതിന് സിഗരറ്റ് എടുത്ത് ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ആ റെസ്ലെസ്നെസ്സോട് കൂടിയിട്ട് ആ സിഗരറ്റ് എടുത്ത് കത്തിക്കാൻ വന്നു. അതായിരുന്നു ഓഡിഷൻ. അപ്പൊ അത് ചെയ്യുന്ന മൊമെന്റിൽ എനിക്ക് മനസ്സിലായി ഇതാണ് നീന എന്നുള്ളത്. പിന്നെ ഒരു വിഷമം ഒരു സങ്കടം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇവരാ തലേന്ന് ഹെയർ ബാൻഡ് എടുത്തപ്പോൾ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ മുടി ഇങ്ങനെ ഉഗ്രൻ മുടിയായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം, ഇത് ബോയ്ക്കട്ട് ചെയ്യാൻ പറയണം അടുത്ത സ്റ്റേജ്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, ഇത് ഈ ക്യാരക്ടറിന് മുടി ബോയ്ക്കട്ടാക്കണം, അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തിക്കോളാം. അപ്പൊ എൻ്റെ മുടി വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും, കട്ട് ചെയ്യാൻ കുഴപ്പമില്ല എന്നാണ്. പക്ഷെ അപ്പോഴും ഞാൻ സെലക്റ്റഡ് ആണെന്നുള്ളത് പറഞ്ഞില്ല, പറഞ്ഞു വിട്ടു. അല്ല, സെലക്ട് ചെയ്യുകയാണെങ്കിൽ മുടി വെട്ടേണ്ടി വരും. അങ്ങനെ ആ വീഡിയോ ഞാൻ തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിൽ അപ്പോൾ ജോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പോയി ജോനെ കാണിച്ചു. ജോ കണ്ട ഉടനെ പറഞ്ഞു, ഇത് കറക്റ്റാണ് കേട്ടോ, ഇതാണ് നീന എന്ന് ജോനും തോന്നി. അന്ന് ആൻ ഉണ്ടായിരുന്നു അവിടെ. ആൻ എന്നാണ് നമ്മുടെ സ്ക്രിപ്റ്റിന്റെ ഫസ്റ്റ് നളിനിയുടെ ക്യാരക്ടറിന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വായിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ കുട്ടിയുടെ ഇത് ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആനും ശരിയാ കറക്റ്റാണെന്ന് തോന്നി. അങ്ങനെയാണ് വരുന്നത്. പക്ഷെ മുടി വെട്ടുന്നത് വരെ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. അല്ല, മുടി വെട്ടുന്നത് വരെ, മുടി വെട്ടിക്കഴിഞ്ഞാൽ ഇയാളുടെ മുഖം ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ. പക്ഷെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് വെട്ടിയ ദിവസമാണ് ഞാൻ തോന്നുന്നത് ഈ സിനിമയുടെ ഇടയിൽ ഏറ്റവും അധികം ഞാൻ ആഹ്ലാദിച്ചത് ആ വെട്ടിയ ദിവസമാണ്. മോസ്കോയിലാണ് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലിസ്റ്റ്, ഒരു ലേഡിയാണ് മുടി വെട്ടിയിട്ട് അതിൻ്റെ അവിടുന്ന് ഇറങ്ങി വന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് ആളെ കണ്ടപ്പോൾ നീനയെ നേരിട്ട് കണ്ടു. അപ്പൊ ഇനി നളിനി എന്ന ക്യാരക്ടറിനെ കുറിച്ച്, നീനയുടെ ക്യാരക്ടറിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു ഒരുപാട്. എന്താണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ്, ഹൗ ഡിഫറെന്റ് ഇസ് നീന ആൻഡ് നളിനി? They're very different, way different from Neena. വിജയന്റെ വൈഫായിട്ടാണ്, ഒരു കുട്ടിയുടെ അമ്മയാണ്. അത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കേണ്ടത്. അത് ഓൾറെഡി പറഞ്ഞിരുന്നു ലാൽ സാറ് സിനിമ ഓഫർ ചെയ്തപ്പോൾ. അതെ പറഞ്ഞു. അപ്പം നളിനിന്റെ ക്യാരക്ടർ എനിക്കറിയില്ല, നീന എന്ന് കംപ്ലീറ്റ്ലി എല്ലാ രീതിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള. ശരിക്കും പറഞ്ഞാൽ നീന ആനാണ്, പക്ഷെ ആനിന് ചെയ്യാൻ കൊടുത്തത് നളിനിയാണ്. പേഴ്സണലി ആൻ ഫ്യൂച്ചറിൽ എങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതാണ് നളിനി. വെരി ട്രൂ. അപ്പൊ നളിനി നല്ല എന്താ പറയണ്ട, നല്ല അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടിയാണ്, ഭർത്താവിനെ സ്നേഹിക്കുന്നവളാണ്. അല്ല, ഭാവിയിൽ എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്നായി കുക്ക് ചെയ്യും നളിനി. അങ്ങനെയല്ല, കുക്കിംഗ് ഒക്കെ തുടങ്ങിയപ്പോ വീട്ടിൽ വരുമ്പോഴാണ് കുക്കിംഗ് തുടങ്ങുന്നത്. നളിനി നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നെ ഓൾറെഡി. എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് പറയൂ. അയ്യോ, ഞാൻ എന്താണെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്ന് പറയണില്ല. പക്ഷെ ഞാൻ നളിനിയായിട്ട് എനിക്കൊരു അത്ര ഒരു എനിക്ക് ആ ക്യാരക്ടറായിട്ട് അത്ര സിമിലാരിറ്റി ഒന്നും ഇല്ല. അത് ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെ എനിക്ക് നളിനി എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് സിമിലാരിറ്റി ഇല്ല. പിന്നെ ഒരു കുട്ടിയുടെ അമ്മ, അതൊക്കെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ജോ ഇങ്ങനെ അപ്പുറത്ത് എന്നെ വിളിക്കില്ല. ജോ പറയും, കുട്ടീൻ്റെ അമ്മേനോട് ഇങ്ങനെ പറയാൻ പറയൂ, കുട്ടീൻ്റെ
അങ്ങനെ ജോ പറയുള്ളൂ. ജോ ആന്നൊന്നും വിളിക്കില്ല. ഷൂട്ടിന്റെ സമയത്ത് തന്നെ കുട്ടീൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെയാ പറയാറ്. അപ്പം പക്ഷെ നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്ക് പേടി എനിക്ക് ഇത് ചെയ്യുമ്പോൾ തീരെ ഒരു സിമിലാരിറ്റി ഇല്ലാത്ത ക്യാരക്ടറാണല്ലോ, എന്ത് ചെയ്യും എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്കറിയാം ലാൽ അങ്കിൾ ഉള്ളത് കൊണ്ട് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാണ്ട് അല്ല, ഇതില് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, എൽസമ്മ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ, എൽസമ്മ എന്ന ആൺകുട്ടി ചെയ്യുമ്പോൾ ഒരു സ്റ്റേജിൽ പോലും കയറിയിട്ടില്ലാത്ത, യാതൊരുവിധ മുൻ അഭിനയ പരിചയവും ഇല്ലാതിരുന്ന ഒരു പെൺകുട്ടി ആയിരുന്നു എൻ്റെ മുമ്പിൽ വന്നു നിന്നത്. പക്ഷെ എത്ര വർഷം കഴിഞ്ഞു? അത് 4 വർഷത്തിന് ശേഷം നീനയിൽ അഭിനയിക്കാൻ ഞാൻ മേക്കപ്പ് ചെയ്ത് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര അഭിമാനം തോന്നി. കാരണം വളരെ മെച്ചോർഡായിട്ടുള്ള ഒരാളെ എനിക്കറിയാം, ആനെ അടിമുടിയെ എനിക്കറിയാം. ആനെങ്ങനെ ആൻ്റെ ക്യാരക്ടറുമായിട്ട് പുലബന്ധമില്ലാത്തൊരു ക്യാരക്ടറായിട്ട് മാറുന്നത് വളരെ അത്ഭുതത്തോടും അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ടാണ് ഞാൻ കണ്ടത്. കാരണം നിങ്ങൾക്ക് വളരെ മെച്ചുവേർഡായിട്ടുള്ള ഒരു ഹൗസ് മേക്കറെ, നിങ്ങൾക്ക് ഹോം മേക്കറെ ഈ സിനിമയിൽ കാണാൻ പറ്റും. അപ്പൊ കണ്ടല്ലോ, ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കണം എന്ന് ലാൽ സാറിന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് നളിനിയെ പോലെ നല്ലോണം കുക്ക് ചെയ്യുന്ന, അതാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. എല്ലാ ദിവസവും കേൾക്കണം. ഐ ഹോപ്പ് വൺ ഡേ. അപ്പൊ ശരിക്കും അപ്പൊ ഇനി ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ജോയുടെ അടുത്ത് ചോദിക്കട്ടെ. ശരിക്കും ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ആനിൽ ആഫ്റ്റർ നളിനി ചെയ്ത് കഴിഞ്ഞിട്ട്. നളിനി ക്യാരക്ടറിനെ ഇപ്പോൾ വീട്ടിൽ വരുമ്പോൾ നളിനിയാണോ ആനാണോ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല അവള് കുറെയൊക്കെ എന്താ പറയാ, പാവം സത്യം തുറന്നു. അല്ലല്ല, ഇപ്പം ഞങ്ങൾ ഫ്ലാറ്റിൽ കുക്ക് ചെയ്യാറുണ്ട്. ഈ ഒരു ക്യാരക്ടറിന്റെ ഇത് ചോദിക്കുമ്പോൾ എന്നെ ഡെയിലി അവിടെ നിന്ന് വിളിച്ച് ചോദിക്കും, ഈ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്, എത്ര വയസ്സുള്ള കുട്ടിയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കേണ്ടത്, കുട്ടീനെ തീരുമാനിച്ചോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവള് നന്നായിട്ട് തന്നെ ചെയ്തു. പോരെ, ഹാപ്പി ആയോ? ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഇതുവരെ വന്നിട്ടുള്ള സിനിമകളിൽ ഏറ്റവും സുന്ദരിയായിരിക്കും ഈ സിനിമയിൽ. ഭർത്താവ് വളരെ മനോഹരമായി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടല്ലേ ജോയുടെ പാട്ട്. ആദ്യമായിട്ടാണ് ആനെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചില സമയത്ത് എന്തെങ്കിലും ചീത്ത പറയാൻ തോന്നും, അയ്യോ ഇപ്പൊ ഈ സമയത്ത് എന്റെ ഭാര്യയല്ല അഭിനേത്രിയാണല്ലോ, അപ്പൊ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല, നന്നായി പറയും. അങ്ങനെയൊന്നുമില്ല, ഒന്നും പറയില്ല. അങ്ങനെ ജോ അങ്ങനെ ചീത്ത പറയണ ഇപ്പം ഞാൻ കേട്ടിട്ടില്ല. ആരെയും അങ്ങനെ ചീത്ത ഒന്നും പറയില്ല. പക്ഷെ ഇങ്ങനെ അപ്പുറത്ത് പോയി മുഖം വീർപ്പിച്ചിരിക്കും കുറച്ചു നേരം. അപ്പൊ അത് കാണുമ്പം ലാലു അങ്കിൾ ഭയങ്കര പാർഷ്വാലിറ്റിയാ ജോന്റെ അടുത്ത്. അപ്പൊ അതെ, അപ്പം ലാലു അങ്കിൾ അപ്പൊ പോയിട്ട് എന്റെ അടുത്ത് വന്ന് എന്താന്ന് പോലും അറിയലുണ്ടാവില്ല, പക്ഷെ എന്നെ ചീത്ത പറയും. നീ എന്തോ ചെയ്തിട്ടാണ് അവിടെ മൂഡൌട്ടായത്. സത്യമായിട്ടും ഇതാണ് ഭയങ്കര പാർഷ്വാലിറ്റി. അപ്പോഴേക്കും ഞാൻ പറയും, ലാലു അങ്കിൾ എന്ത് പറഞ്ഞാലും ജോനിയെ സപ്പോർട്ട് ചെയ്യുള്ളൂ, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോ നല്ല ഒരു കുടുംബത്തിന്റെ കഥ പോലെ എങ്ങനെ ഷൂട്ടിങ്ങും അങ്ങനെ പോയി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് Question is for you. How did you feel when you cut your hair? How do you feel right now? I feel like Nina, and I think that's a good feeling. I thought I would be sad, but more than me, Lalsa was crying, I'm so sure. But when I was getting my hair cut and slowly transforming from Deepti to Nina, I was getting even more confident. I think this hairstyle really rocks. I love it. I want to maintain it. Yeah, like it's something different. And when you continuously used to having long hair, suddenly to switch over to short hair, yes, I had doubts, but I think I like the look. It's cool. It's so easy to maintain, especially in summer seasons. So you like it? Yeah, I like it a lot. And guys are so lucky to have short hair like this. Trust me. So I'm enjoying it. Okay, next question. Hi Deepti, my question is to you. ഈ ഒരു മൂവി കമ്മിറ്റഡ് ആകുന്നതിന് മുൻപ് ലാൽ സാറിന്റെ മൂവി വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതെ. My mom has watched so many movies. I've watched Misha Madhavan, I've watched Nyam Tamil, the most latest Vikramadityan and Diamond Necklace. These are the movies I've watched of sir. I wish to watch his old movies also. Unfortunately, I didn't get the DVDs with subtitles. പക്ഷേ ഇപ്പം എനിക്ക് subtitles വേണ്ട. എനിക്ക് നല്ലപോലെ മനസ്സിലാവും. So ഞാൻ DVD, I'll ask Lal sir to give me the DVD. ഞാൻ എല്ലാം സിനിമ കാണും. സാറ് ദീപ്തിനോട് ലൈക്ക് പിണങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നോ? ഇങ്ങനെ ഇഫ് യു ഡു മിസ്റ്റേക്ക് ഓർ സംതിങ്, ബിക്കോസ് ഫസ്റ്റ് ടൈം ആക്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ്, നോട്ട് മിസ്റ്റേക്സ് ബട്ട് യു ഡോണ്ട് നോ ആക്ച്വലി. സോ അങ്ങനെ സാറിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? Lal sir, actually I've heard that is very strict. Uruvadu, he shouts when he gets angry. Pakshe, because I was new and maybe
And maybe because I didn't know the language, so Adim sir was very nice. He was explaining, Pasha. In the end, yeah, I have got shoutings from sir. But sir is very sweet, actually. Actually, he's very sweet. He's just perfectionist. So if he doesn't get that, he'll shout. He'll explain 3 times. After that, if he doesn't get, he'll shout. വിജയ് ഷോട്ട് ചെയ്യാറുണ്ടായിരുന്നോ? ഒരുപാട് അവിടെ ഒരുപാട് ഇല്ല, Vijay is damn funny. No, I don't know if anybody knows, but Vijay is damn funny. ഏറ്റവും witty, like anything you'll say, he'll have a comeback for it, and it is so funny. എത്ര പ്രാവശ്യം ലാൽ sir is sitting in front of the monitor and എൻ്റെ വിജയുടെ കോമ്പിനേഷൻ സീനാണ്, ആൻഡ് ഏറ്റവും ഇമോഷണൽ സീനാണ്, and I have to cry or something, or he has to be emotional. We are never emotional. Laughing. Lal sir is like, stop it, you guys have to cry, it's an emotional scene. But Vijay will not stop. He's hilarious, and he's always pulling my leg. Yeah. അതിപ്പോ 3ാമത്തെ പ്രാവശ്യം. നീന എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പം സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ സ്റ്റുഡൻസ് ഉള്ളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല, പക്ഷെ നമ്മുടെ എപ്പിസോഡിന്റെ സമയം ഇവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതേ ടീമിനൊപ്പം, ഇതേ അണിയറ പ്രവർത്തകർക്കൊപ്പം, താരങ്ങൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം സ്റ്റുഡൻസ് ഉള്ളിലൂടെ തന്നെ.